കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 45. തത്വാർത്ഥമിത്തമഖിലത്തിനുമുണ്ടുപത ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്നു പാർക്കിലഥ. മുക്തിക്കു കാരണമതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ. ഹരിനാരായണായ നമഃ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പേ ഈ 96 തത്വങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ എല്ലാ തത്വങ്ങളിലും നിറഞ്ഞു വർത്തിക്കുന്നതാണ് ബ്രഹ്മം എന്നും ഒക്കെ അതിൽ പറഞ്ഞുല്ലോ. ഈ വിധ തത്വാനുഭവം ഒക്കെ ജീവാത്മാവിനേ ഉള്ളൂ. ഞാൻ പരമാത്മാവാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ തത്വത്തിൻ്റെ എസൻസും പരമാത്മാവാന്ന് മനസ്സിലാവും. എല്ലാ തത്വങ്ങളുടെയും അത് വേറെ വേറെ തത്വഭേദ ചിന്തയൊക്കെ ജീവാത്മാവിനേ ഉള്ളൂ. അതായത് ദേഹാഭിമാനിയായിട്ടുള്ള ജീവാത്മാവിനേ ഉള്ളൂ. അതായത് പരമാത്മാവാണ് തന്നെയാണ് എന്നങ്ങട് ഞാൻ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് നമുക്ക് അനുഭവം വന്നാൽ പിന്നെ ഇതൊന്നുമില്ല. അതായത് പരമാത്മാവ് തന്നെയാണ്, വേറൊരു തരത്തിൽ പറയുക പരമാത്മാവ് തന്നെയാണ് ഈ തത്വഭേദങ്ങളായിട്ടൊക്കെ കാണുന്നത്. ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നുള്ള അനുഭവം എപ്പോഴാണ് ഉണ്ടാവണത്? അപ്പം ഈ തത്വങ്ങളൊക്കെ അവസാനിക്കണു. പിന്നെ അത് മാത്രമേ ഉള്ളൂ എന്നാവുമല്ലോ. അതേപോലെ എല്ലാ നാമരൂപങ്ങളിലും ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ നാമരൂപങ്ങളിലും ബ്രഹ്മം തന്നെ സാരമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എസൻസ്, ഈ കാണുന്നതിൻ്റെയൊക്കെ എസൻസായി വർത്തിക്കുന്നത് എന്താണ്? ശബ്ദവും. ആ ശബ്ദവും ബ്രഹ്മത്തിൽ തന്നെയാണല്ലോ ഉണ്ടാവണത്. അതാണ് പറയണത്. ഈ കാണുന്നതൊക്കെ ഉള്ള ആ കാണുന്നതിൻ്റെ മുഴുവൻ സത്ത് ആ ശബ്ദത്തിൽ നിന്നാണ് ഉണ്ടായത് ദൃശ്യപ്രപഞ്ചം. ഞാൻ അതിലേക്ക് വരാം കേട്ടോ. ആദ്യം നമ്മളെ ഓർമ്മിക്കാതെ ശബ്ദത്തിൽ നിന്നാണ് വരണത്. അപ്പം ആ ശബ്ദബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായത്. അപ്പോൾ ഈ കാണുന്ന നാമരൂപങ്ങളിലൊക്കെ എസൻസും ആ ശബ്ദബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ട് ഓങ്കാരത്തിൽ കൂടി ഓങ്കാര ശബ്ദം അല്ലെങ്കിൽ നാദബ്രഹ്മത്തിൻ്റെ കൂടി അതിൻ്റെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള ബ്രഹ്മത്തിലേക്ക് എത്താം എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പം നമ്മൾ വായിച്ച ശ്ലോകത്തിലെ വിഷയം അതാണ്. ഇപ്പം നമുക്ക് അർത്ഥം നോക്കാം. ഇത്തം ഇപ്രകാരം ചിന്തിച്ചാൽ അഖിലത്തിനും, അതായത് ഈ ദൃശ്യപ്രപഞ്ചത്തിലെ അഖിലത്തിനും തത്വാർത്ഥമുണ്ടുപത, ആ പരമാത്മ ചൈതന്യം തന്നെ സത്തയായിട്ട് ഇവിടെ കാണുന്ന എല്ലാറ്റിലും സ്ഥിതി ചെയ്യുന്നു. തത്വാർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ തത്വത്തിൻ്റെ എസൻസ് ആ പരബ്രഹ്മം എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നു. അല്ലെങ്കിൽ തത്വങ്ങളുടെ എസൻസായിട്ടുള്ള ബ്രഹ്മം ആണ് ഈ ലോകത്തിൽ കാണുന്ന എല്ലാറ്റിലും, ദൃശ്യപ്രപഞ്ചത്തിലെ എല്ലാറ്റിലും, വിവിധ നാമരൂപങ്ങളിലും. അഥ എന്നാലും പാർക്കിൽ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്നു. ശബ്ദങ്ങൾക്കുള്ളിലാണ് ഈ അഖണ്ഡബോധത്തിൻ്റെ സാന്നിധ്യം. ശബ്ദത്തിൻ്റെ ഉള്ളിലാണ് ആ അഖണ്ഡബോധ സ്വരൂപത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് നല്ലോണം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന അതേ ശബ്ദം, ആ ശബ്ദം തന്നെയാണ് മുക്തിക്ക് കാരണമെന്ന്. ആ ശബ്ദത്തിൻ്റെ എസൻസായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് മുക്തിക്ക് കാരണമെന്ന് തവ വാക്യങ്ങൾ തന്നെ, ഭഗവാൻ തന്നെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും ഒക്കെ ഉദ്ധവഗീതയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ തന്നെ ഹരിനാരായണായ നമഃ. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാറ്റിലും ഭഗവത് സാന്നിധ്യം ഉണ്ടെങ്കിലും എല്ലാറ്റിലും ഉണ്ട്. ഭഗവാൻ ഓൾ പെർവൈഡിങ് ആണ്. പക്ഷെ പലപ്പോഴും നമുക്ക് അനുഭവമാവാൻ പറ്റണില്ല. നല്ലോണം ആലോചിച്ചാൽ ശബ്ദത്തിൽ തന്നെ ആ പരമാത്മ ചൈതന്യത്തിൻ്റെ, അല്ലെങ്കിൽ ആ പരമമായിട്ടുള്ള സത്തയുടെ സാന്നിധ്യം, എസൻസിൻ്റെ സാന്നിധ്യം നല്ലോണം ആലോചിച്ചാൽ ശബ്ദത്തിൽ ആ പരമസത്തയുടെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ കഴിയും.
നമുക്കന്ന് ആ സൃഷ്ടിയുടെ കാര്യമൊന്നും ആലോചിച്ചാൽ അറിയാം അല്ലേ. ആ മൂലപ്രകൃതിയിൽ നിന്ന് ഇതുണ്ടായി, അഹം തത്വം അതുണ്ടായില്ലോ, മുഖ്യപ്രാണൻ എന്ന് പറയുന്നത് അല്ലേ. അത് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അഹംബോധം ഉണ്ടായി, അഹങ്കാരം ഉണ്ടായി, രാജസാഹങ്കാരം, സാത്വികാഹങ്കാരം, താമസാഹങ്കാരം. എന്നിട്ട് താമസാഹങ്കാരത്തിൽ നിന്നാണ് നമ്മൾ ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞുല്ലോ. ആ താമസാഹങ്കാരത്തിൽ നിന്ന് ആദ്യം ഉണ്ടായത് എന്താ? ദൃശ്യപ്രപഞ്ചത്തിൻ്റെ, അതായത് ഈ സാത്വികാഹങ്കാരത്തിൽ നിന്ന് ഈ അധിഷ്ഠാന ദേവതകളും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ അധിഷ്ഠാന ദേവതകളും അന്ധക്കരണവും, അതായത് മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരമാണ് ഉണ്ടായത്. ഏതെന്ന്? സാത്വിക അഹങ്കാരത്തിൽ നിന്ന്. രാജസാഹങ്കാരത്തിൽ നിന്ന് 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടായി. പിന്നെ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ താമസാഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. ആ താമസാഹങ്കാരത്തിൽ നിന്ന് ആദ്യം ഉണ്ടായത് എന്താ? ആകാശത്തിൻ്റെ സട്ടിൽ എലിമെൻ്റ് അല്ലെങ്കിൽ തന്മാത്രയായിട്ടുള്ള ശബ്ദം, അതാണ് ആദ്യം സ്പന്ദിച്ചത്. ഈ ദൃശ്യപ്രപഞ്ചം ഉണ്ടാവണതിൻ്റെ മുമ്പേ ആദ്യം ഉണ്ടായത് ആ ശബ്ദസ്പന്ദനമാണ്. ആ ശബ്ദസ്പന്ദനാണ് ആകാശത്തിൻ്റെ സട്ടിൽ എലിമെൻ്റ്, തന്മാത്ര എന്ന് പറയും. അത് ഘനീഭവിച്ചിട്ടാണ് ആകാശം ഉണ്ടായത്. പിന്നെ ആകാശത്തു നിന്നാണ് സ്പർശം ഉണ്ടായത്, അതായത് വായുവിൻ്റെ സട്ടിൽ എലിമെൻ്റ് തന്മാത്ര. പിന്നെ വായു ഉണ്ടായി, വായുവിന്ന് രൂപം ഷേപ്പ് ഉണ്ടായി, രൂപത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി, അഗ്നിയുടെ സട്ടിൽ എലിമെൻ്റാണ് രൂപം. പിന്നെയോ അഗ്നിയിൽ നിന്ന് രസം ടേസ്റ്റ് ഉണ്ടായി, ആ രസത്തിൽ നിന്ന് ജലം ഉണ്ടായി, ജലത്തിൻ്റെ തന്മാത്രയാണ് രസം. പിന്നെ ജലത്തിൽ നിന്ന് ഗന്ധം ഉണ്ടായി, ഗന്ധത്തിൻ്റെ ഗ്രോസ് എലിമെൻ്റാണ് ഭൂമി. അങ്ങനെയല്ലേ ഉണ്ടായത്. അപ്പോൾ എന്താ അതിൽ പറഞ്ഞ വെച്ചാൽ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി തന്നെ താമസാഹങ്കാരത്തിൽ നിന്നാണ്. ആദ്യം ഉണ്ടാകുന്ന ആകാശത്തിൻ്റെ തന്മാത്രയായിട്ടുള്ള ശബ്ദസ്പന്ദനാണ് പറഞ്ഞുല്ലോ. അപ്പോൾ നമ്മൾ ഈ സട്ടിലായിട്ടുള്ള ശബ്ദസ്പന്ദനത്തെയും അതിൻ്റെ ഉറവിടത്തെയും കണ്ടെത്താൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നമ്മൾ അതിൻ്റെ തുടക്കത്തിലെത്തും. അതായത് ആ താമസാഹങ്കാരത്തിലെത്തും, പിന്നെ വെറും അഹങ്കാരത്തിലെത്തും, അഹംബോധത്തിലെത്തും, മഹത്തത്വം അല്ലെങ്കിൽ മുഖ്യപ്രാണനിലെത്തും, പിന്നെ ആ പ്രകൃതി മായയിലെത്തും. മായ ആ അഖണ്ഡബോധ സ്വരൂപം തന്നെയാണെന്ന് മനസ്സിലാവും. അഖണ്ഡബോധത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ശബ്ദത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ ആ അഖണ്ഡബോധസ്വരൂപം തന്നെയാണ്, അതിൽ നിന്ന് തന്നെയാണ് ഈ ശബ്ദം ഉണ്ടാകുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആദ്യം ആ വെറും സ്പന്ദനം അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു വാക്ക് പറയണതിൻ്റെ എത്രയോ മുമ്പേ ഒരു സ്പന്ദനം എൻ്റെ ഉള്ളിലുണ്ടാവുന്നുണ്ട്, ശബ്ദസ്പന്ദനം. അതിനെയാണ് നമ്മൾ ആദ്യം ഉണ്ടാവുന്ന സ്പന്ദനം. അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല, അനുഭവിക്കാനൊന്നും പറ്റില്ല. നമ്മളെ ഈ ഭൗതിക തലത്തിൽ ജീവിക്കണവർക്ക്, അല്ലെങ്കിൽ എനിക്ക് ദേഹാഭിമാനം ഉള്ളിടത്തോളം കാലം എനിക്ക് ആ സ്പന്ദനമൊന്നും കേൾക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് കുറേ ആയിട്ട് എനിക്കത് ഒരു വിചാരമായിട്ടോ അല്ലെങ്കിൽ അത് പിന്നെ പുറത്തേക്ക് ശബ്ദമായിട്ടോ ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ ആ ആദ്യത്തെ ആ വെറും സ്പന്ദനത്തിനെയാണ് നമ്മൾ പര എന്ന് പറയുക. അതായത് ഈ ശബ്ദത്തിന് പര, പശ്യന്തി, മധ്യമ, വൈഖരി, അങ്ങനെ 4 സ്റ്റേജസ് ഉണ്ട്. വൈഖരിയാണ് അപ്പോൾ കേൾക്കണ സമയം. കേൾക്കണത് വൈഖരിയിലെത്തിയിട്ടാണ്. 4ാമത്തെ ഒരു സ്റ്റേജിലെത്തുമ്പോഴേ ശബ്ദം ഓഡിബിളാവുള്ളൂ. അപ്പോൾ പര എന്നൊക്കെ പറഞ്ഞാൽ ആ സ്പന്ദനം നമ്മളുടെ ഉള്ളിൽ നടക്കണമെന്ന് നമ്മൾ അറിയണില്ല, അത് ലോകത്തിൽ നടക്കണമെന്ന് നമ്മൾ അറിയണില്ല. അതിനുവേണ്ടി അത് സൂക്ഷ്മമാണ്, വളരെ സട്ടിലാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിനതീതമായിട്ട് പോയിട്ട് വേണം, അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരവും കഴിഞ്ഞ് പോയാലേ നമുക്കത് അനുഭവമാവാനും കേൾക്കാനും സാധിക്കുള്ളൂ. അതായത് ഏതെങ്കിലും ഭക്തി കൊണ്ടോ യോഗമാർഗം കൊണ്ടോ രാജയോഗം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ എങ്ങനെയെങ്കിലും നമുക്ക് ആ സൂക്ഷ്മമായതിനെ സൂക്ഷ്മമായതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ.
അതാണ് നമുക്ക് കേൾക്കാത്ത. പരാ എന്നാണ് ആദ്യത്തെ ആ സ്പന്ദനത്തിന്. പശ്യന്തി ഞാൻ കുറച്ചും കൂടി അത് പിന്നെ ലെസ് സട്ടിലാവും. പിന്നെ മധ്യമ കുറച്ചും കൂടിയും ലെസ് സട്ടിലാവും. വൈഖരിയാകുമ്പോൾ നമ്മൾ കേൾക്കാനുള്ള ഈ പുറത്തേക്ക് വരണ ശബ്ദവും. അപ്പോൾ അതിനെ അന്വേഷിച്ച് പോയാൽ ബ്രഹ്മത്തിലെത്താമെന്ന് ഉറപ്പാണ്. കാരണം ഭഗവാൻ തന്നെ അത് വേദങ്ങളിലും ഒക്കെ പറയുന്നുണ്ട്. മന്ത്രങ്ങളൊക്കെ ശബ്ദങ്ങളല്ലേ? മന്ത്രങ്ങൾ ആലോചിച്ച് നോക്കൂ, ശബ്ദങ്ങളല്ലേ? ശരിക്കും വെച്ചാൽ മുണ്ടകോപനിഷത്തിലെ ഓങ്കാരത്തെ നമ്മൾ പിന്നെ എന്താണ്, ഓങ്കാരം ധ്യാനിച്ച് അല്ലെങ്കിൽ ഓങ്കാരത്തിനെ ധ്യാനിച്ച് അല്ലെങ്കിൽ ഓങ്കാരത്തിനെ ആശ്രയിച്ചിട്ട് പറയുക എങ്ങനെയാണ് ബ്രഹ്മാത്മൈക്യം നേടുക എന്നാണ് ശരിക്കും മുണ്ടകോപനിഷത്തിലെ പ്രതിപാദ്യം തന്നെ അതാണ്. മുണ്ടകോപനിഷത്തിൽ പറയണത് തന്നെ അതാണ്. പിന്നെ പ്രണവധനു ശരോഹ്യാത്മാ ബ്രഹ്മ തല്ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവേത്. എന്താ വെച്ചാൽ പ്രണവത്തിനെ ഒരു വില്ലായിട്ട് കാണുക, ഓംകാരത്തിന്. എന്നിട്ട് നമ്മൾ ആ വില്ലിൽ നമ്മുടെ അമ്പ ഏതാ അറിയോ? നമ്മുടെ ചിത്തം. പ്രണവം വില്ല്, നമ്മുടെ ചിത്തം അമ്പ്, എന്നിട്ട് ലക്ഷ്യം ബ്രഹ്മം. അങ്ങനെ നമ്മൾ പ്രണവമാവുന്ന വില്ലിൽ നമ്മുടെ ചിത്തമാകുന്ന അമ്പ് തൊടുത്ത് ബ്രഹ്മം ലക്ഷ്യമാക്കിയാൽ നമ്മൾ അവിടെ എത്തുന്നു. അതായത് ശബ്ദത്തിൽ കൂടെ നമുക്ക് ബ്രഹ്മത്തിലെത്താൻ പറ്റും. ശബ്ദം തന്നെയാണ് എല്ലാറ്റിൻ്റെയും, ദൃശ്യപ്രപഞ്ചത്തെ എല്ലാറ്റിൻ്റെയും എസൻസ് എന്ന് ചുരുക്കം. അതന്നെ ഭഗവാൻ ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഫേമസ് ആണ്. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാദിത്യജൻ ദേഹ സയാതി പരമാം ഗതിം. അതായത് ഓം എന്നുള്ള ഇത് പിന്നെ എന്താണ്, ഓം എന്നുള്ളത് പിന്നെ എന്താണ് ചൊല്ലിയിട്ട് നമ്മൾ പിന്നെ നമ്മുടെ അവസാനത്തെ ശ്വാസം വലിച്ചാൽ എന്നെ പ്രാപിക്കുന്നതന്നെ ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ശബ്ദത്തിൽ കൂടെ ബ്രഹ്മത്തിൽ എത്താൻ പറയുന്നത് പറയാണ്. അപ്പോൾ ഇതൊക്കെ ഈ വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഉള്ള തത്വങ്ങളെയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് എഴുത്തച്ഛൻ എന്താ പറഞ്ഞത്? മുക്തിക്ക് കാരണം ഇതേ ശബ്ദമെന്ന് തവവാക്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൽ. ആ ശ്ലോകത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞില്ലേ, പിന്നെ എന്താണ്, ഞാൻ ആ വാക്കിലേക്ക് തന്നെ പോവാം. മുക്തി മൂന്നാമത്തെ വരിയിലേ, മുക്തിക്കു കാരണം അതേ ശബ്ദമെന്ന് തവവാക്യങ്ങൾ വെച്ചാൽ ഭഗവാന്റെ വാക്യങ്ങൾ വെച്ചാൽ വേദവാക്യങ്ങളും ഗീതയിലത്തെയും ഉപനിഷത്തുക്കളത്തെയൊക്കെ വാക്യങ്ങൾ. അതുകൊണ്ടാണ് പറഞ്ഞ പിന്നെ എഴുത്തച്ഛൻ ഇതൊക്കെ ഈ വാക്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതെന്താണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് എഴുത്തച്ഛൻ ഈ ശ്ലോകത്തിൽ ഇത് പറഞ്ഞത്. എന്താ? മുക്തിക്ക് കാരണം ഇതേ ശബ്ദം. ഇതേ ശബ്ദം വെച്ചാൽ ഈ നാദബ്രഹ്മം, ആ സ്പന്ദനമായിട്ട് ആദ്യം വന്നില്ലേ, ആ സട്ടിൽ ശബ്ദം തന്നെയാണ് മുക്തിക്ക് കാരണമെന്ന്. ഇതന്നെയാണ് കാരണമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. വെറുതെ അല്ല, പ്രമാണമുണ്ട്. ഭഗവാന്റെ വാക്കുകൾ തന്നെ പ്രമാണം എന്ന്. അതായത് ബ്രഹ്മം അത് നമ്മൾ പിന്നെ ആലോചിച്ചാൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. ബ്രഹ്മം ശബ്ദരൂപത്തിൽ എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്നു എന്ന് ചുരുക്കം. അതായത് അനാഹത ശബ്ദമായിട്ട് എല്ലാവരുടെയും ഉള്ളിൽ മുഴങ്ങുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഭൗതിക ശബ്ദങ്ങളുടെ കോലാഹലത്തിൽ ഈ സൂക്ഷ്മ ശബ്ദം സാധാരണക്കാർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ആ അനാഹത ശബ്ദം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ബ്രഹ്മം മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ള കോലാഹലങ്ങളുടെ ഇടയിലുണ്ടോ അത് കേൾക്കണു? അത്ര നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും അത്ര പുറത്തേക്കാണ് നമ്മൾ വിട്ടുന്നത്. അകത്തേക്ക് നമ്മൾ ഒരു ഇന്ദ്രിയത്തിനെ പോലും പിടിച്ച് നോക്കാൻ നിർബന്ധിക്കണില്ല. അപ്പം പിന്നെ നമുക്കത് കേൾക്കില്ല. ആ പരാശബ്ദം തന്നെയാണ് ശബ്ദബ്രഹ്മം എന്നർത്ഥം. അപ്പോൾ വേറൊരു കാര്യം കൂടി നമുക്ക് പറയാം. നമ്മുടെ ശരിക്കും പറയാച്ചാൽ ഈ ഭൗതിക ശബ്ദമൊക്കെയാണ് നമ്മളെ ബന്ധിപ്പിക്കണത്. ഒരു നല്ല പാട്ട് കേട്ടു, അപ്പം നമുക്ക് അതന്നെ കേൾക്കണം അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ പല ഇഷ്ടമുള്ള ശബ്ദങ്ങളും ഇഷ്ടമില്ലാത്ത ശബ്ദങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പം നമ്മുടെ ബന്ധനത്തിന് കാരണമായിട്ടുള്ള ശബ്ദം തന്നെയാണ് അന്വേഷിച്ചു പോയി നമ്മുടെ മുക്തിക്കും കാരണമാവുക.
അത് മനസ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. മനസ്സന്നെയാണ് ഈ ലോകത്തിന് കാരണം. നമ്മൾ പക്ഷേ ആ മനസ്സിനെ ഉപയോഗിച്ച് മനസ്സിന് അതീതമായി പോയോ, നമുക്ക് ആ ബ്രഹ്മാത്മൈക്യം കിട്ടും. അതേപോലെ ഈ നമ്മുടെ ഈ ശബ്ദമാണ് നമ്മളെന്തിനൊക്കെ നമ്മുടെ ഈ ഭൗതിക ലോകത്തിലത്തെ ഇൻവോൾവ്മെൻറ്റിന് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ ബന്ധനത്തിന് ഒരു നല്ല പങ്ക് വഹിക്കുന്നു ശബ്ദം. അപ്പം നമ്മുടെ ബന്ധനത്തിന് കാരണമായ ശബ്ദത്തിൻ്റെ ഉറവിടം അന്വേഷിച്ച് പോയാൽ ആ ശബ്ദം തന്നെ നമുക്ക് മുക്തിക്കും കാരണമാവും. അതാണ് വേദങ്ങൾ പറഞ്ഞത്. നമ്മുടെ എല്ലാ അറിവും ആലോചിച്ച് നോക്കും. അത് എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നിയതാണ്. നമ്മളൊക്കെ എല്ലാ അറിവും ശബ്ദത്തിൽ കൂടെ അല്ലേ കിട്ടണം, അല്ലേ? ഇപ്പോൾ ഈശ്വരനെ പറ്റിയിട്ടുള്ള അറിവാണെങ്കിലും നമ്മളിപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ മലയാളം എന്ത് പഠിക്കുകയാണെങ്കിലും എല്ലാ അറിവും നമുക്ക് കിട്ടുന്നത് ശരിക്കും ഭാഷയിൽ ശബ്ദമല്ലേ ഉപയോഗിക്കണം നമ്മളെ, അല്ലേ? എല്ലാം ശബ്ദത്തിൽ. അങ്ങനെ അൾട്ടിമേറ്റ്ലി നോക്കുക വെച്ചാൽ നമുക്ക് എല്ലാ അറിവും ഏതെങ്കിലും ഭാഷയിൽ കൂടെ കിട്ടുള്ളൂ. എന്തായാലും ഭാഷയിലൊക്കെ അക്ഷരങ്ങളുടെ ശബ്ദം ഉണ്ടല്ലോ, ഇല്ലേ? ഇപ്പം എല്ലാവരും ഇപ്പം തലമുറകളായിട്ട് വേദം പഠിച്ചു, ഒക്കെ ഉരുവിട്ട് പഠിപ്പിക്കുക ചെയ്തത്. ശബ്ദമാണ് അവിടെ ഒരു സഹായിയായിട്ട് നിന്നത് എല്ലാ ദിക്കിലും. അപ്പോൾ നമ്മുടെ എല്ലാ അറിവിലും ഏതെങ്കിലും ഭാഷയിൽ കൂടി നമുക്ക് കിട്ടിയതാണ്, ശബ്ദത്തിൽ കൂടി കിട്ടിയതാണ്. അതുപോലെ തന്നെ ശബ്ദം ഉപയോഗിച്ച് നമുക്ക് ബ്രഹ്മത്തിനെയും അറിയാൻ പറ്റും എന്നാണ്. അതെനിക്ക് വളരെ ഒരു കൺവിൻസിങ് ആയിട്ട് തോന്നി കേട്ടോ. ശരിയല്ലേ? എല്ലാ അറിവും. അപ്പോൾ ബ്രഹ്മത്തിനെ പറ്റിയിട്ടുള്ള അറിവും ശബ്ദം കൊണ്ട് സാധിക്കും. ഈ ഭൗതികത്തെ അറിവ് മുഴുവൻ ശബ്ദം കൊണ്ട് നമുക്ക് സാധിക്കും. ബ്രഹ്മത്തിനെ പറ്റിയിട്ടുള്ള അറിവും ശബ്ദം കൊണ്ട് സാധിക്കും. എന്താ കാരണം വെച്ചാൽ, അതിന് കാരണം എന്താ വെച്ചാൽ ബ്രഹ്മം ശബ്ദരൂപത്തിൽ എല്ലാറ്റിനും അടങ്ങിയിട്ടുണ്ട്. അതന്നെയാണ് കാരണം. ഇനി നമുക്ക് ഇത് വായിച്ച് ഒന്നും കൂടി ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അത് അടുത്ത അത്ര തന്നെ പറയാനില്ല. തത്വാർത്ഥമിത്തമഖിലത്തിന്നുമുണ്ടുപത ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്നു പാർക്കിലഥ മുക്തിക്കു കാരണം അതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ അങ്ങയുടെ വാക്യങ്ങൾ ഭഗവാന്റെ തന്നെ ഹരിനാരായണായ നമഃ. ഇനി 46. ധല്ലിന്നുമീതെ പരമില്ലെന്നുമോർത്തുമുടൻ എല്ലാരോടും കുതറിവാപേശിയും സപതി തള്ളിപ്പുറപ്പെടുമഹം ബുദ്ധി കൊണ്ടുപത കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമഃ. എന്നാൽ അഹങ്കരിച്ച വലിയ അഹങ്കാരികൾ എങ്ങനെയാണ് ഈ ഭൗതിക സാഗരത്തിൽ നിന്ന് കരകയറാൻ സാധിക്കാതെ ചിലപ്പോൾ നശിച്ചു പോകുന്ന ചെയ്യണമെന്നാണ് അടുത്തതിൽ ഇനി പറയണം കേട്ടോ. അപ്പം ഇതിൽ പറയണത്. അപ്പോൾ നമുക്ക് അർത്ഥം നോക്കാം. അതോ ഈ ഥ എന്ന ആ കഥ അഥ എന്നുള്ള ഇതിന് ശരിക്ക് ഭയനിവാരണം എന്നാണ് അത്ര അർത്ഥം. ഥ എന്നുള്ള അക്ഷരത്തിന്, ആ ഒരൊറ്റ അക്ഷരത്തിന് ഭയനിവാരണം എന്നാണ് അത്ര ശരിക്കും അർത്ഥം. അതായത് ഭയമില്ലാത്ത അഹങ്കാരികൾ എന്നാണ് ഇവിടെ വരിക കേട്ടോ. നമുക്ക് നോക്കാം. ധല്ലിന്നുമീതെ, അതായത് ഭയമില്ലാതെ എന്തും ചെയ്യാൻ മടിക്കാത്ത, ഭയമില്ലാതെ വീണ്ടു വിചാരമില്ലാതെ എല്ലാ എടുത്തുചാട്ടത്തിനും ഉപരിയായി, മീതെ പറഞ്ഞല്ലോ, എല്ലാ എടുത്തുചാട്ടങ്ങൾക്കും ഉപരിയായി പരമില്ലെന്നും ഓർത്തുമുടൻ, മറ്റൊന്നുമില്ല എന്ന അഹങ്കാരം കൊണ്ടേ, ഞാൻ എനിക്ക് യാതൊരു പേടിയില്ല, ഞാൻ പറയണത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞ് എല്ലാറ്റിലും അഭിപ്രായം പറയാൻ പോവുകയും എല്ലാറ്റിലും ഇടപെടുകയൊക്കെ ചെയ്യുന്ന പരമില്ലെന്നും ഓർത്തുമുടൻ, എനിക്കും മീതെ എൻ്റെ ഇതിന് മീതെ യാതൊന്നുമില്ല എന്ന് ഓർത്തിട്ട് എല്ലാവരോടും കുതറി, എല്ലാവരുടെയും എല്ലാറ്റിലും ഇടപെട്ട് വഴക്കടിച്ച് സപതി വാപേശിയും, ആവശ്യമുള്ളതും സപതി എപ്പോഴും വാപേശിയും ചെന്ന ആവശ്യമുള്ളതും ഇല്ലാത്തതും പറഞ്ഞ് വാദിക്കാം. തള്ളിപ്പുറപ്പെടും, അതായത് ഒരു നിയന്ത്രണവും ഇല്ലാതെ
തള്ളിപ്പുറപ്പെടുകയാണ്. അങ്ങനത്തെ അഹംബുദ്ധി കൊണ്ട് അഹങ്കാരം വർദ്ധിപ്പിച്ച് ഭഗവാൻ തന്നെ അവരുടെ അഹങ്കാരത്തിനെ വർദ്ധിപ്പിച്ചിട്ട് എന്തു ചെയ്യും? നീ ചിലരെ കൊല്ലുന്നു. ഹേ ഭഗവാൻ, നീ ചിലരെ അവരുടെ അഹങ്കാരം വർദ്ധിപ്പിച്ച് ആ അഹങ്കാരം കൊണ്ട് തന്നെ അവരെ കൊല്ലുന്നു എന്ന് നമുക്ക് ധാരാളം പിന്നെ ഉദാഹരണം ഉണ്ടല്ലോ. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, രാവണൻ അല്ലേ, ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പുസ്തകത്തെ എന്താണെന്ന് വെച്ചാൽ, ഭയമില്ലായ്മയ്ക്ക് മീതെ വേറെ ഒന്നുമില്ല, എനിക്ക് ആരെയും പേടിയില്ല, ഭയമില്ലായ്മയുടെ മീതെ യാതൊന്നുമില്ല എന്ന് വിചാരിച്ച്, ശരിക്ക് ഭയമില്ലായല്ല, ഭയമില്ല എന്ന് സ്വയം വിശ്വസിപ്പിച്ചിട്ടെന്ന് തന്നെ പറയണം. ഭയമില്ലായ്മയ്ക്ക് മീതെ വേറൊരു കാര്യമില്ല, ഞാനാണ് ഏറ്റവും മീതെ എന്ന് വിചാരിച്ച് എല്ലാവരെയും അധിക്ഷേപിച്ചും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞും അവനവൻ്റെ അഹങ്കാരം വർദ്ധിപ്പിച്ചും അപ്പം എന്ത് ചെയ്യും? അങ്ങനെയുള്ളവരുടെ അഹങ്കാരം ഭഗവാൻ തന്നെ വർദ്ധിപ്പിച്ചിട്ട് ഭഗവാൻ തന്നെ അവരെ നശിപ്പിക്കുന്നു. അങ്ങനത്തെ അഹങ്കാരം എനിക്ക് തോന്നരുതേ നാരായണായ നമഃ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം നമുക്ക് ആ ഓരോ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ പറയാം, എന്താ പറയുക, പറഞ്ഞു അല്ലേ, അത് പറഞ്ഞു, അതെ. അപ്പോൾ ഇതിൽ ശരിക്കും അധികം പറയാനില്ല. എന്താ വെച്ചാൽ ഈ നമ്മൾ കണ്ടുല്ലോ, ആദ്യം നമ്മളെ ബ്രഹ്മത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മായയ്ക്ക് ഭഗവാൻ എനർജി കൊടുത്തപ്പോൾ ഉണർന്നു, അല്ലെങ്കിൽ ഗുണങ്ങളുടെ ഈക്വിലിബ്രിയം തെറ്റിയപ്പോൾ മഹത്തത്വം മുഖ്യപ്രാണനുണ്ടായി, അഹങ്കാരം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ അഖണ്ഡബോധവസ്തുവിൽ നിന്ന് തന്നെയാണ് പിന്നെ എന്താണ് അഖണ്ഡബോധവസ്തുവിൽ തന്നെയാണ് അഹങ്കാരം ഉണ്ടാവണമെന്ന് നമ്മൾ പല ശ്ലോകത്തിൽ കണ്ടു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശബ്ദത്തിന് തെരഞ്ഞു പോയാൽ ബ്രഹ്മത്തിലെത്തുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് അഹങ്കാരം. കുറച്ചും കൂടി അടുത്താണ് ശരിക്കും ബ്രഹ്മത്തിൻ്റെ. മറ്റേത് അഹങ്കാരം മൂന്നായി പിരിഞ്ഞ് താമസാഹങ്കാരത്തിൽ നിന്നാണ് ശബ്ദസ്പന്ദനം ഉണ്ടായത്. അഹങ്കാരം ശരിക്കും പറയാച്ചാൽ ബ്രഹ്മത്തിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആ അഹങ്കാരത്തിനെ തെരഞ്ഞു പോയാൽ നമുക്ക് അതിൻ്റെ ഉറവിടമായിട്ടുള്ള ബ്രഹ്മത്തെ കാണാൻ പറ്റും. നേരെ തിരിച്ച് നമ്മൾ അകത്തേക്ക് നോക്കിയാലേ പറ്റുള്ളൂ. നമ്മൾ പുറത്തേക്കാണ് നോക്കണമെന്ന് വെച്ചാൽ ഈ ഭൗതിക സുഖങ്ങളെ, വളരെ അനിത്യമായിട്ടുള്ള ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ ഭ്രമിച്ച് അതാണ് സന്തോഷം, അതാണ് ഇറ്റേണൽ ബ്ലിസ് എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോവും. അങ്ങനെ ചെയ്യാൻ എന്താ പറയുക, ആ അഹങ്കാരം നമ്മളെ അടക്കാൻ ശ്രമിക്കണേ ഇല്ല ചോട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അകത്തേക്കൊന്ന് നോക്കാൻ പോലും ശ്രമിക്കണില്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ ഭൗതിക സുഖങ്ങളിൽ ആഗ്രഹിച്ച് മാത്സര്യം, ഈ കാമക്രോധ മതമോഹ മാത്സര്യങ്ങളാൽ നിറയും നമ്മുടെ മനസ്സ്. കാരണം ഞാൻ ഏറ്റവും കേമനാവണം, ഞാൻ മാത്രമേ കേമനാവാവൂ എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ എല്ലാ മാത്സര്യവും ക്രോധവും വേറെ അവനവൻ്റെ ഇഷ്ടം സമ്പാദിച്ചില്ലെങ്കിൽ ക്രോധം, അങ്ങനെയാണല്ലോ. അങ്ങനെയാകുമ്പോൾ ആ അഹങ്കാരം വർദ്ധിക്കും. അപ്പോൾ ഭഗവാൻ അങ്ങനെയുള്ളവരുടെ അഹങ്കാരം വർദ്ധിപ്പിക്കും ശരിക്ക് ഒരു നിലയ്ക്ക്, എന്നിട്ട് അവരെ നശിപ്പിക്കും. അങ്ങനെയാണ്. അതായത് പിന്നെ ഈ വേൾഡ്ലി പ്ലഷേഴ്സ് വളരെ ട്രാൻസിയൻ്റാണ് അല്ലേ, വളരെ നശ്വരമായിട്ടുള്ള വേൾഡ്ലി പ്ലഷേഴ്സിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മൾ മോക്ഷം കിട്ടില്ല എന്ന് മാത്രമല്ല, അതികഠിന ദുഃഖം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അതായത് നമുക്ക് എത്രത്തോളം ദേഹാഭിമാനം ഉണ്ടോ അത്രത്തോളമാണ് നമുക്ക് എപ്പോഴും ലോകമായിട്ടുള്ള വല്ലാത്ത അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ മാത്രമല്ല നമ്മൾ പറയണ അഹങ്കാരം ഞാനാണ് ഏറ്റവും കേമൻ എന്നുള്ള വിചാരം ഉണ്ടാച്ചാൽ മനസ്സ് തീർച്ചയായിട്ടും അശുദ്ധാവും അല്ലേ. എന്നിട്ട് പിന്നെ അവസാനം അവനവൻ തന്നെ വർദ്ധിച്ച അഹങ്കാരം അവനവന് തന്നെ വിനയായി ഭവിക്കും. ഭഗവാൻ തന്നെ അയാൾക്ക് ഒരു നാശം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മൾ കാണുന്നതല്ലേ. അങ്ങനെ നമ്മൾ ഈ അഹങ്കാരത്തോടു കൂടി മരിച്ചാൽ എന്താ ഉണ്ടാവുക? പിന്നെ ഒരു ഗതിയില്ല, പിന്നെയും ജനിക്കുക, പുനരഭിജനനം അല്ലേ. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ ഇതിൽ പറഞ്ഞത് മൂന്നാമത്തെ വരിയില്ല, തള്ളിപ്പുറപ്പെടും അഹംബുദ്ധി കൊണ്ട് ബത കൊല്ലുന്നു എന്ന്. നീ ചിലരെ, അതായത് ഒടുവിൽ ഈ അഹങ്കാരം വർദ്ധിച്ച് അവനവൻ്റെ അഹങ്കാരം തന്നെ അവനവന് വിനയായി തീരും. ഭഗവാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊല്ലും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അതന്നെ, ആ അഹങ്കാരം തന്നെ നമ്മളെ നശിപ്പിക്കുന്ന തരത്തിലെത്തുന്ന
അങ്ങനെയുള്ള അഹങ്കാരം എനിക്കുണ്ടാവരുതേ, നാരായണായ നമ എന്നാണ് ഇതിൽ പറയണത്. അപ്പോൾ അല്ലെങ്കിൽ ഈ ഭയമില്ലാത്ത അഹങ്കാരികളെ ഭഗവാൻ വധിച്ച്, ശരിക്കും പറയാച്ചാൽ അങ്ങനെ നമുക്ക് പറയാൻ വേണമെങ്കിൽ കേട്ടോ, ഈ ഒരു ഭയവും ഇല്ലാതെ എല്ലാവരും ഉപദ്രവിച്ച് നടക്കണ അഹങ്കാരികളെ ഭഗവാൻ തന്നെ വധിച്ച് ലോകത്തിൻ്റെ ഭയത്തിനെ ഇല്ലാണ്ടാക്കും. അങ്ങനെയല്ലേ ഹിരണ്യകശിപുവിനും ഒക്കെ അങ്ങനെയല്ലേ ഉണ്ടായത്. അതായത് എല്ലാവർക്കും പേടിയായിരുന്നു ഹിരണ്യകശിപുവിനെ അല്ലേ. അപ്പോൾ ഭഗവാൻ തന്നെ വധിച്ച് എല്ലാവരുടെയും ഭയത്തിനെ മാറ്റി. അതുപോലെ തന്നെ കംസന് നല്ല ഭയമൊക്കെ ഉണ്ടായിരുന്നു. ഭയമില്ല എന്ന് അടിച്ചിട്ട് ഞാനാണ് ഏറ്റവും കേമൻ എന്ന് പറഞ്ഞപ്പോൾ എന്തായി, കംസൻ എല്ലാവർക്കും പേടിയായിരുന്നു അല്ലേ. വിപ്രപത്നികളൊക്കെ നോക്കൂ, പാവം ഭഗവാനെ ഒന്ന് കാണാൻ വരാനും കൂടി പേടിച്ചിട്ട്. ഈവൻ അക്രൂരനെ അങ്ങോട്ട് അയച്ചപ്പോൾ സന്തോഷമായി അക്രൂരൻ. അതിനു മുമ്പേ വലിയ ഭക്തനാണോ, പക്ഷെ വൃന്ദാവനത്തിൽ പോയി കണ്ടാൽ കംസൻ അറിഞ്ഞാൽ കൊല്ലും. അങ്ങനെ എല്ലാവർക്കും ഭയമായിരുന്നു കംസനെ. പക്ഷേ ഭയമില്ലെന്ന് നടിച്ചിരുന്ന കംസൻ്റെ അഹങ്കാരം വർദ്ധിച്ചപ്പോൾ ഭഗവാൻ കംസനെ കൊന്നപ്പോൾ ലോകത്തിൻ്റെ ഭയം നീക്കി. അതാണപ്പോൾ ഇതിൽ പറഞ്ഞത്. ഭയമില്ലാതെ ഞാൻ ഭയത്തിന് അതീതനാണെന്ന് വിചാരിച്ച് എല്ലാവരെയും അധിക്ഷേപിച്ചും അനാവശ്യമായിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ടും എല്ലാറ്റിലും ഇടപെട്ടും ആരാ നടക്കണം, അവരുടെ അഹങ്കാരം വർദ്ധിപ്പിച്ച ഭഗവാൻ അവരെ നശിപ്പിക്കും. അത്തരം അഹങ്കാരം എനിക്ക് തോന്നരുതേ, നാരായണായ നമ എന്നാണ് ഇതിൽ പറഞ്ഞത്. ദല്ലിന്നുമീതെ പരമില്ലെന്നുമോർത്തുമുടൻ എല്ലാരോടും കുതറിവാപേശിയും സപതി തള്ളിപ്പുറപ്പെടുമഹം ബുദ്ധി കൊണ്ടുപത കൊല്ലുന്നു നീ ചിലരെ, നാരായണായ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.